കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും മഹാലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം അങ്ങനെ നടക്കും. അങ്ങനെ പ്രകാശനും ഭാനുമതി മുത്തശ്ശിയും വിക്രമ എല്ലാവരും കൂടെ അങ്ങനെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് കല്യാണി ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. കല്യാണി ഒരുങ്ങി വരുന്നുണ്ട്. ബൈജു പറഞ്ഞു, ആഹാ കൊള്ളാലോ, കല്യാണി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയണം. അച്ഛന്റെ കല്യാണത്തിൽ പോവാ അല്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് കല്യാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. കല്യാണി പറഞ്ഞു, ആരുടെ കല്യാണോ? അച്ഛന്റെ കല്യാണോ? എന്റെയാ? കൊള്ളാം, നല്ല കഥയായെന്ന് പറയണം. അയാൾ എന്റെ അച്ഛനാന്ന് പോലും പറയാൻ പോലും എനിക്ക് അറപ്പാന്ന് പറയണം. ഇത് കേട്ടതും ബൈജു പറഞ്ഞു, അതെ, അയാൾക്ക് അതുപോലെ തന്നെയാ. അയാളുടെ കല്യാണമല്ല, അയാളുടെ അടിയന്തരോ കൂടെന്ന് പറയണം. അത് കേട്ടതും കല്യാണം, അത് ശരിയാ ബൈജു, ഇന്ന് നടക്കാൻ പോകുന്ന അയാളുടെ കല്യാണമല്ല, അയാളുടെ അടിയന്തരം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ആ കാഴ്ച കാണാൻ ഞങ്ങൾ പോകുന്നത് അല്ലേ, അത് കല്യാണം കൂടാനൊന്നും പോവല്ല. അതെ, കാർത്തേച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു, രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലണം. അതും ഒരു 10 മിനിറ്റ് മുമ്പ്, മുഹൂർത്തത്തിന് 10 മിനിറ്റ് മുമ്പ് തന്നെ ചെല്ലണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം അത് ലക്ഷ്മി ആന്റി അവിടെ എന്തോ വമ്പൻ ഒരു സർപ്രൈസ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാ. ആ കാഴ്ച കാണാനായിട്ടാ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ബൈജു പറഞ്ഞു, എനിക്കും വരണമെന്നുണ്ടായിരുന്നു ആ കാഴ്ച കാണാനായിട്ട്. അതെ, ഞാനും ദീപാന്റിയും കൂടെ പിന്നെ വന്നേക്കാം. ആദ്യം ഒരു കാര്യം ചെയ്യാം. അതെ കിരണായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലാൻ പറയണം. കല്യാണി പറഞ്ഞ്, ചെല്ലണം, അവനെ ഒന്ന് കാണണം, ആ വിക്രത്തിനെ. കാരണം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നാണം കെട്ട് മുഖം കുടിച്ചിരിക്കുന്ന അവന്റെ മുഖം എനിക്കൊന്ന് കാണണ്ടേ. അന്ന് എന്റെ അമ്മേനെ കോടതിയിൽ വെച്ച് നാണം കെടുത്തി വെല്ലു വിളിച്ചിട്ട് ഇറങ്ങിപ്പോയവനാണ്. എന്നിട്ടോ അവന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലായിരുന്നു. വീണ്ടും അവന് പുതിയൊരു അമ്മയെ കിട്ടുമെന്ന് പറഞ്ഞ് എന്തൊക്കെ അഹങ്കാര ചാടെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ അവനിട്ടുള്ളൊരു തിരിച്ചടിയെ കിട്ടാൻ പോന്നെ. ഇന്ന് കണ്ടു അവിടെ വെച്ച് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ. അല്ല അല്ല കല്യാണി, നിനക്ക് എന്തേലും അറിയാവോ എന്ന് എന്താ സംഭവിക്കാൻ പോന്നെ? ഒന്നും വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേങ്കിൽ എന്തോ കാര്യമായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയണം. എന്താണെങ്കിലും ഇന്ന് ആ പ്രകാശനിട്ടും വിക്രത്തിനിട്ടും ആ ഭാനുമതി മുത്തശ്ശിട്ടൊക്കെ നല്ല തകർപ്പം പണി കിട്ടാൻ പോകുന്ന ദിവസമെന്ന് പറയണം. ആ സമയത്ത് അങ്ങോട്ട് കിരണും കൂടെ ഇറങ്ങി വന്നു. കിരണം റെഡി ആയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇറങ്ങിയാലോ കല്യാണി എന്ന് ചോദിക്കാം. ശരി, അന്ന് നമുക്ക് അവിടെ ഇറങ്ങിയേക്കാന്ന് പറയണം. പിന്നീട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം ശാരിയോട് ചോദിച്ചു, അല്ല ഇന്നല്ലേ ആ പ്രകാശിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ? അതെ, അച്ഛനോട് ചെല്ലാനൊക്കെ പറഞ്ഞ് പ്രകാശം വന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോവാന്ന് ആർക്കറിയാന്ന് പറയണം. അച്ഛൻ പോകാതിരിക്കുന്ന ഭേദം. ഞാൻ നോക്കിയിട്ട് അച്ഛനെ പോലെ ഒരു ഭ്രാന്തൻ അവിടെ പോയെന്ന് പങ്കെടുക്കാതിരിക്കുന്ന ഭേദം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഒന്നുമല്ലേലും നിന്റെ അച്ഛനല്ലേ സരു ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടെന്ന് ചോദിക്കുക. അച്ഛനാണ് പോലും മനുവേടനോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ട് മനുവേടൻ എങ്ങനെ തോന്നുന്നു ഇപ്പോഴും ഈ അച്ഛനാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാനായിട്ട്? എനിക്കാണെങ്കിൽ അച്ഛനെ കുറിച്ച് പറയുന്നത് തന്നെ ദേഷ്യം. ഇപ്പം കണ്ടില്ലേ, ഇത്രയും ദിവസമായി, ഇടയ്ക്ക് ഒരു ദിവസം അല്ലാതെ വന്നൊന്ന് നോക്കിയോ, ഈ കുഞ്ഞിന്റെ മുഖം ഒന്ന് ശരിക്കും നോക്കുമെങ്കിലും ചെയ്തോ? അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ പറയുന്നത് ശരിയാ. ഇത് ചെറിയ ഭ്രാന്തൊന്നുമല്ല, വലിയ ഭ്രാന്ത് തന്നെയാന്ന് പറയണം. ഈ സമയം മനോഹർ പറഞ്ഞു, എന്നാലും ഈ വയസ്സനാങ്കാലത്ത് ആ പ്രകാശിന്റെ ഒരു ഭാഗ്യേ കിട്ടിയിരിക്കുന്ന കണ്ടില്ലേ, പുളുങ്കമ്പേ തന്നെയല്ലേന്ന് ചോദിക്കുകയാണ്. അതെ അതെ, അത് ശരിയാട്ടോ. എന്നാൽ ഈ പ്രായത്തിലൊക്കെ ഇത്ര നല്ലൊരു സൗഭാഗ്യമൊക്കെ കിട്ടാൻ പോകുന്നുണ്ടോ? ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അയാളും അയാളുടെ അമ്മയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് കെഞ്ചി ചെയ്ത് ഓർക്കുന്നുണ്ടോ അമ്മയെന്ന് ചോദിക്കുക. അത് ശരിയാ, ഓരോ മനുഷ്യന്റെ നല്ല കാലമൊക്കെ തെളിയുന്ന സമയം ചിലർക്ക് കഷ്ടകാല സമയം, അതുപോലെ ഒരു സമയം നമുക്കും. ഒരു കാലത്ത് നമ്മളും ഇതുപോലെ നല്ലൊരു സ്ഥിതി കഴിഞ്ഞുകൊണ്ടിരുന്ന എന്ത് ചെയ്യാനാന്ന് പറ. ഇടക്കാലം കൊണ്ട് എല്ലാം പോയില്ലേന്ന് പറയണം. സരേ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എന്താണ് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഞാനും എന്റെ കുഞ്ഞുടെ മനുവേട്ടനോടൊപ്പം അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോകും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ട വരത്തില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് ആ പ്രകാശൻ എന്തുകൊണ്ടും രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇനി ആ കിരണിന്റെയും കല്യാണിന്റെയും മുഖം കാണണ്ടല്ലോ. അത് മാത്രമല്ല അവർക്കിട്ടൊരു വമ്പൻ തിരിച്ചടി തന്നെയായിരിക്കും ഇതമ്മേന്ന് പറയണം. ശാരി പറഞ്ഞു, പക്ഷെ പ്രകാശിന്റെ സ്വഭാവം അറിയാലോ. അത് ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ കിരണിനും കല്യാണിക്കിട്ടും പണി കൊടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറയണം. ഈ സമയം പ്രകാശനും കൊട്ടും അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്, രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുവാണ്. അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാർത്തികനെ ഒന്നും കാണാതിരുന്നപ്പോൾ പ്രകാശം പെട്ടെന്ന് കാർത്തികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോളെ ഇതുവരെയായിട്ടും കണ്ടില്ലെന്ന് പറയണം. അതെ, ഇപ്പൊ തന്നെ എത്തുവച്ചാ ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ എന്ന് പറയണം. അതെ അതെ, കാണാത്തോണ്ട് വിളിച്ചാ, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ എന്ന് പറയണം. പിന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ടെന്ന് പറയണം. ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിയേക്കാം, അച്ഛൻ ഫോൺ വെച്ചാളാൻ പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്തു പ്രകാശന്. ഈ സമയത്താണ് കിരണും കല്യാണിയൊക്കെ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും പ്രകാശൻ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു. കാരണം
മഹാലക്ഷ്മിയുടെ കൈ പിടിക്കുന്ന ഇവര് കാണേണ്ട കാഴ്ച തന്നെയാണ്. സ്റ്റേഷൻ പെട്ടെന്ന് നിർത്തോണ്ട് അവർ വന്ന് ഇറങ്ങിയപ്പോ തന്നെ പ്രകാശൻ അങ്ങോട്ട് ചെല്ലുവാണ്. കല്യാണം കൂടാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കിരണും കല്യാണി ഇന്ന് പരസ്പരം നോക്കി. അല്ല, നിങ്ങൾ പറഞ്ഞെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഈ പ്രകാശന് ഒരു സൗഭാഗ്യം കിട്ടുമല്ലേ. പ്രകാശന് ശുക്രദശ ഉദിച്ചു വരുന്ന സമയം അത് കാണാൻ വേണ്ടി രണ്ടുപേരും പറഞ്ഞായിരുന്നു. എന്തൊക്കെ അഹങ്കാരമായിരുന്നു. ഇത്രയും കാലം വലിയ കമ്പനിയുടെ MD ആന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടന്നല്ലേന്ന് ചോദിക്കണം. അപ്പത്തേനുമാണ് രതീഷും കൂടെ വരുന്നത്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ, കോളം പൂർത്തിയായല്ലോ എന്ന് പറയാണ്. കൊള്ളാടാ, നിങ്ങൾ 3 പേരും ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇനി ഒരുത്തിയും കൂടെ വരാനുണ്ടായിരുന്നല്ലോ, കാദംബരി. അവൾ എന്താ കണ്ടില്ലല്ലോ എന്ന് പറയണം. പിന്നെ നിന്റെ അമ്മ വന്നിട്ടുണ്ടോ? ആ ദീപാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അതെ, അമ്മ വന്നിട്ടില്ല എന്ന് പറയണം. അല്ല, അവളെയും കൂടെ വിളിച്ചോണ്ട് വന്നായിരുന്നു, അവളും കൂടെ കാണണ്ടായിരുന്നു എന്ന് പറയണം. ആ സമയം ബാലണ്ണം വന്നിട്ട് പറഞ്ഞു, എന്താ പ്രകാശ ഇത് നിന്റെ മോളും മരുമോനും പിന്നെ കമ്പനിയുടെ സൂപ്പർവൈസറും അങ്ങനെയൊക്കെയല്ല എല്ലാരും വന്നിരിക്കുന്നേ. പിന്നെ നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണമെന്ന് ചോദിക്കും. ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കണ്ടേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെയൊക്കെ 2 കൊടുത്തിട്ടാ സംസാരിക്കണ്ടേ. കണ്ടില്ല, ആ നിൽക്കുന്ന എന്റെ മകളാണ് പോലും. ഇത്രയും കാലം ഇവൾക്ക് ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന് പോലും പറയാൻ ഇവൾക്ക് മടിയായിരുന്നു. എന്താണെന്നറിയോ, ഇവൾക്ക് ഇച്ചിരി സൗഭാഗ്യം വന്നു ചേർന്ന് കഴിഞ്ഞപ്പോ ഇവൾക്ക് മറ്റുള്ളവരെ കണ്ട അറിയത്ത പോലും ഇല്ലായിരുന്നു. അതുപോലെയുള്ള പ്രവൃത്തികളല്ലേ ഇവള് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നേ. ഇപ്പൊ കണ്ടില്ലേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കൊന്നും വേണ്ടാന്ന് പറയണം. അഹങ്കരിച്ചാ എന്താടാ, ഞാൻ മാത്രല്ല എന്റെ മോനും എന്റെ അമ്മയും ഞങ്ങൾ എല്ലാവരും അഹങ്കരിക്കൂടാ. നീ ആ കാഴ്ച കാണണമെന്ന് പറയാ. ഇനി ഞാൻ നാളെ മുതലേ കോടീശ്വരനാകുമ്പോ അറിയാലോ, നിന്നേക്കാളും നല്ല നല്ല മുന്തിയ കാറില്, നീ മേടിച്ചിരിക്കുന്നേക്കാളും നല്ല മുന്തിയ കാറിലൊക്കെ ആയിരിക്കും നാളെ തൊട്ട് ഞാൻ യാത്ര ചെയ്യാൻ പോന്നെ. അത് മാത്രല്ല, അധികം വൈകാതെ നിന്റെയൊക്കെ കമ്പനിയൊക്കെ പൂട്ടിക്കെട്ടി പോടാന്ന് പറയണം. പിന്നെ നിന്റെ കൂടെ കൂടിയിരിക്കുന്ന ഇവളുണ്ടല്ലോ, നീ ഇവളൊക്കെ പിച്ച ചട്ടി എടുത്തോ ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇങ്ങോട്ട് വരൂടാ. ആ സമയത്ത് കാണിച്ചു തരാന്ന് പറയണം. ഇതെടുത്ത് കിരൺ പറഞ്ഞു, ഇത്രയ്ക്ക് അഹങ്കാരമൊക്കെ വേണോന്ന് ചോദിക്കുകയാണ്. ഒരു പൊടിക്ക് താഴ്ന്ന നല്ലാന്ന് പറയാണ്. പ്രകാശം പറഞ്ഞു, അങ്ങനെ താഴാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലടാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, കണ്ടില്ല അച്ഛാ, ഇപ്പൊ 10 മണിക്ക് നിൽക്കുന്ന കണ്ടില്ലേ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സൗഭാഗ്യം നമുക്ക് ദയവായിട്ട് നമ്മുടെ മുന്നേ കൊണ്ടു തന്ന. അല്ലെങ്കിലും അതെ, ചില സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഇവരോട് പകരം വീട്ടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് ഇവരെ കൊണ്ട് എത്തിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമം നല്ല രീതിയിൽ അങ്ങോട്ട് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നത്. ഈ പോലീസ് ജീപ്പ് ഇങ്ങോട്ട് വന്ന എന്തിനാന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ പോലീസ് ജീപ്പിനകത്തുനിന്ന് SI കുറച്ച് പോലീസുകാരും കൂടെ ഇറങ്ങുവാണ്. പിന്നീട് നേരെ പ്രകാശിന്റെ അടിയിലേക്ക് വന്നു. പ്രകാശിന്റെ അടുത്ത് വന്നിട്ട്, പ്രകാശനല്ലേന്ന് ചോദിക്കണം. അത് സാർ, എന്താ കാര്യം? അതെ, താങ്കൾ സ്റ്റേഷൻ വരെയെന്ന് പറഞ്ഞോന്ന് പറയണം. സ്റ്റേഷൻ വരെയോ? അതെന്തിനാ സാറേ? എന്റെ കല്യാണമെന്ന് പറയണം. അതൊക്കെ മനസ്സിലായടോ. തനിക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. പരാതിയോ? എന്ത് പരാതി? അത് പിന്നെ തങ്ങളുടെ ഒരു ആദ്യ ഭാര്യയുണ്ട്. ആദ്യ ഭാര്യ ലക്ഷ്മി തന്നിരിക്കുന്ന പരാതി എന്ന് പറയണം. ദേ, അവരുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും കഴിയാതെ താൻ വേറെ കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്, പിന്നെ അത് മാത്രമല്ല വേറെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അതൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കണം. താൻ വരാൻ പറയണം. ഇത് കേട്ടും പ്രകാശം, സാറേ ഇത് കള്ളപ്പരാതിയാ, അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. സാറേ ഒന്നും വിശ്വസിക്കില്ല. എന്റെ കല്യാണം ഇത് മനഃപൂർവ്വം ആരോ ചെയ്തെങ്കിൽ ചതിയാന്ന് പറയാണ് കല്യാണം മുടക്കാനായിട്ട്. ഇത് കേട്ടതും SI പറഞ്ഞു, അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാന്ന് പറയണം. ഈ സമയം പ്രകാശം തെങ്ങിന് ദേ നിൽക്കുന്നുണ്ടല്ലേ കിരണും കല്യാണിയും. അതെ, അവറ്റകൾ ചെയ്ത പരിപാടിയാന്ന് തോന്നുന്നത്. ഇത് വെറുതെ മുടക്കാൻ വേണ്ടിട്ടാ. എന്റെ സാർ ഉപദ്രവിക്കില്ലെന്ന് പറയണം. അതൊക്കെ പറയടോ, തന്നോട് കയറാനല്ലേ പറഞ്ഞെന്ന് വെക്കും. സാറേ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ പോരെ, എന്റെ രജിസ്റ്റർ കഴിഞ്ഞിട്ട് വന്നാ പോരെ. ഓഹോ, അപ്പൊ താൻ രജിസ്റ്റർ കഴിഞ്ഞിട്ടേ വരുള്ളൂ, അല്ലാതെ വരത്തില്ലല്ലേന്ന് ചോദിക്കണം. കയറടോ എന്ന് പറഞ്ഞ് പ്രകാശന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒറ്റ തള്ളായിരുന്നു ജീപ്പിനകത്തേക്ക്. പ്രകാശൻ അങ്ങോട്ട് കയറി. ഈ സമയം വിക്രമും ഭാനുമതി മുത്തശ്ശിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ബാലനും രാജപ്പണ്ണൊക്കെ പരസ്പരം നോക്കുക. കിരണും കല്യാണിക്കൊക്കെ മനസ്സിലായി, കാരണം ലക്ഷ്മിയമ്മ നല്ല പണി കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ പ്രകാശനെയും കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവാ. ഈ സമയത്ത് പ്രകാശന് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ അവിടെ ചെന്ന് കയറുമ്പോഴാണ് പ്രകാശൻ ആ കാഴ്ച കാണുന്നത്. അവിടെ ലക്ഷ്മിയമ്മ ഇരിക്കുന്നത്. ലക്ഷ്മിയമ്മനെ കണ്ടത് ഒരു നിമിഷം പ്രകാശനൊന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ഇവരാണ് ഇതിന്റെ പിന്നില്. അപ്പൊ തന്നെ കുടുക്കിയത് ഇവരാന്നുള്ള സത്യം അറിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് ഒരു നിമിഷം പ്രകാശം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.